പൊതുരംഗത്തുള്ള സ്ത്രീകളെ സമൂഹമാധ്യമങ്ങളിലൂടെ ആക്ഷേപിക്കുന്നത് ശരിയായ രാഷ്ട്രീയ പ്രവർത്തനമല്ലെന്ന് ശോഭന ജോർജ്. കെ ശൈലജ ടീച്ചർ കേരളത്തിന്റെ മാലാഖയാണെന്നും ശോഭന ജോർജ് ന്യൂസ് 8നോട് പറഞ്ഞു. നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് CPM നേതാവായ ശോഭന ജോർജാണ്. തെരഞ്ഞെടുപ്പിൽ അവർ പാലക്കാട് മണ്ഡലത്തിൽ വിജയരാഘവന് വേണ്ടി പ്രചാരണത്തിനെത്തിയതായിരുന്നു. എങ്ങനെ പോകുന്നു? പ്രചാരണ പരിപാടികളിലൊക്കെ സജീവമാണല്ലോ അല്ലേ? അതെ, കാരണം ഇതൊരു കടമയാണ്. ഈ മണ്ണില് നമ്മളൊക്കെ ജീവിച്ചത് ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ എല്ലാ അതിർവരമ്പുകൾക്കും അപ്പുറത്ത് വളരെ സ്നേഹത്തോടെ ജീവിച്ച മണ്ണാണ്. ഇതിപ്പോ ജനിച്ച മണ്ണിൽ ജീവിക്കുവാൻ കഴിയാത്തൊരു സാഹചര്യം എന്ന് പറയുമ്പോൾ എല്ലാവരും തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം. ഇന്ത്യൻ പാർലമെന്റിൽ അവരൊരു ശക്തി ആവണം. എങ്കിൽ മാത്രമേ ഇത്തരം തെറ്റായ പ്രവണതകൾക്കെതിരെ പ്രതികരിക്കാനുണ്ടാവൂ. അല്ലാത്തവരുടെയൊക്കെ കഥകൾ നമുക്കറിയാം. നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഇപ്പൊ തന്നെ രാഹുൽജി പറയുന്നത് എന്താണ്? എന്തുകൊണ്ടാണ് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തതെന്ന് ഒരു കോൺഗ്രസിന്റെ നേതാവ് അങ്ങനെ പറയാൻ പാടുണ്ടോ? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ് ഈ രാജ്യത്തിന്റെ അവസ്ഥ? എന്താണ് മുന്നോട്ട് എന്താണ് രാഷ്ട്രീയം? എന്താണ്? അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ വിജയരാഘവനെ പോലെ തന്നെ കേരളത്തിലെ 20 മണ്ഡലത്തിലും ഇടതുപക്ഷ മണ്ഡലങ്ങളിലും പോയി. എവിടെയൊക്കെ പോയപ്പോ? ഞാൻ 3-4 മണ്ഡലം ഒഴിച്ച് ബാക്കി എല്ലായിടവും പോയി. കാസർഗോഡൊന്നും പോയില്ല, ബാക്കി ഏകദേശം എല്ലായിടവും പോയിട്ടുണ്ട്. വടകരയിൽ ഇപ്പോ വലിയ വിവാദങ്ങളാണല്ലോ. ശൈലജ ടീച്ചർക്കെതിരെയുള്ള സോഷ്യൽ മീഡിയയിലുള്ള ആക്രമണം സംബന്ധിച്ചൊക്കെ വലിയ ചർച്ചയാണല്ലോ. എന്താണ് ഇതിനെക്കുറിച്ചുള്ള? ഞാനത് വടകര ഞാൻ പോയിരുന്നു. ഞാൻ ശൈലജ ടീച്ചറിനെ കണ്ടിരുന്നു. കാരണം അത് നമ്മുടെ കടമയാണ്. കാരണം ശൈലജ ടീച്ചർ എന്ന് പറയുന്നത് ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മാലാഖയാണ്. ഒരു ഏഞ്ചലിന്റെ സ്പേസ് ഉണ്ട് ശൈലജ ടീച്ചർക്ക്. ആ ശൈലജ ടീച്ചറിനെ വരെ ഒരു കോൺട്രവേഴ്സിയും അവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഉണ്ടായിട്ടില്ല. അത്തരം ഒരു നല്ല ജീവിതമുള്ള, നല്ല പെരുമാറ്റമുള്ള ആ ഒരു ശൈലജ ടീച്ചറിനെ പോലെ ഒരാളെ പോലും ഒരു തെരഞ്ഞെടുപ്പ് വേദിയിൽ ഒന്ന് തോൽപ്പിക്കാൻ വേണ്ടി ഇത്തരം തരംതാണ വിധത്തിലുള്ള പോസ്റ്റുകള്, അതുപോലെ വീഡിയോ ക്ലിപ്പിംഗ്സുകള് തലമാട്ടി ഒട്ടിക്കുക. പക്ഷെ ഇതിനെതിരെയെല്ലാം സത്യം പറഞ്ഞ ശക്തമായി കോൺഗ്രസ് പ്രതികരിക്കണം. ഒരു രാഷ്ട്രീയ പാർട്ടിയും സ്ത്രീകളെ അപമാനിക്കുന്ന കാര്യത്തിൽ ഒരു കാരണവശാലും അതിന്റെ അകത്തൊരു ന്യായീകരണമില്ല. കഴിഞ്ഞ കാലങ്ങളൊക്കെ